ഹലോ ഗൈസ്, നമുക്ക് ഗുലാബ് ജാമുൻ ഉണ്ടാക്കി നോക്കിയാലോ. അപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്ന മിൽക്കി മിസ്റ്റിൻ്റെ മിക്സാണ് കേട്ടോ ഗുലാബ് ജാമിൻ്റെ. അങ്ങനെ ഗീ ഒരു പാത്രത്തിലെടുത്തു. പിന്നെ നമ്മൾ അതിൻ്റെ ചെറിയ ചെറിയ ഡോ പിടിക്കണം. അപ്പോൾ ഞാനും ജ്യോതിഷനും കൂടിയാണ് ഈ ഡോ ഉണ്ടാക്കുന്നത് കേട്ടോ. അങ്ങനെ ഒരു 10-60 ഡോ എങ്കിലും ഉണ്ടാക്കണം. കാരണം ഇന്നൊരു ഫംഗ്ഷൻ ഉണ്ട്, അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. ആ ഫംഗ്ഷനുള്ള ഗുലാബ് ജാമുൻ വിത്ത് ഐസ്ക്രീമാണ്. അപ്പോൾ അതിന് ഐസ്ക്രീമിൻ്റെ അപ്പോൾ നല്ല കോമ്പിനേഷനാണ് ഗുലാബ് ജാമുൻ. അപ്പോൾ അതിനുള്ള പ്രിപ്പറേഷനാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഡോ ഒക്കെ പിടിക്കലെടുത്ത് ഡോ ഒക്കെ പിടിച്ച് കഴിഞ്ഞു. അതിന് ഓയിൽ ചൂടാക്കാൻ വെച്ചിരുന്നു കേട്ടോ. അപ്പോൾ ഓയിൽ ചൂടായിരുന്നോ എന്ന് നമ്മളൊന്ന് ടെസ്റ്റ് എടുത്തിട്ടോ. കാരണം ഒരു ഉണ്ടെടുത്ത് നമ്മൾ അതിലോട്ട് ഇട്ട് നോക്കി കേട്ടോ, ഓയിൽ ചൂടായിരുന്നോ എന്ന് അറിയണ്ടേ. അപ്പോൾ അങ്ങനെ ഇട്ട് നോക്കുമ്പോൾ ഓയിൽ പാകത്തിനുള്ള ചൂടുണ്ട്. പിന്നെ നമ്മളൊന്നും നോക്കില്ല, എല്ലാം പാടെ അതിലേക്ക് അങ്ങ് ഇട്ടിട്ടോ. പിന്നെ ഓവറായിട്ട് നമ്മളിത് ഫ്രൈ ആക്കാനും പാടില്ല. കാരണം ഓവറായി ഫ്രൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ഒരു കരിഞ്ഞ ടേസ്റ്റ് ഫീൽ ചെയ്യുള്ളൂ. ഇതിൻ്റെ ഒരു പാകമുണ്ട്, ഡാർക്ക് ഒരു മീഡിയം ഡാർക്ക് കളറിലുമാണ് ഇത് ഫ്രൈ എടുക്കുക. ഇതിന് 2 കിലോ പഞ്ചസാര ഒരുക്കാൻ വെച്ചിരുന്നു കേട്ടോ. കാരണം അത് സിറപ്പ് വേണം ഇതിന് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ. അങ്ങനെ ഗുലാബ് ജാമ് സാധനം എല്ലാം ഫ്രൈ ആയി വന്നു. അത് കോരി മാറ്റിയിട്ടോ, നമ്മൾ ഒരു പാത്രത്തിലോട്ട് കോരി മാറ്റി. കാരണം ഇതാണ് ഇതിൻ്റെ പാകം. അതിൻ്റെ സിറപ്പ് റെഡിയായി. പിന്നെ നമ്മൾ ഒരു പാൻ എടുത്ത് അതിൽ കുറച്ച് ഏലക്കായും പിന്നെ ഗുലാബ് ജാമ് എല്ലാം പാടെ അതിലേക്ക് തള്ളിയിട്ടോ. പിന്നെ നമ്മൾ ചൂട് കൊടുക്കുന്ന ഇതിലോട്ട് സിറപ്പ് ഒഴിക്കുന്ന പരിപാടിയാണ്. അങ്ങനെ സിറപ്പ് ഒഴിച്ചാലാണ് ആ ഗുലാബ് ജാമ് അതിൽ കടന്നിട്ട് ആ സിറപ്പെല്ലാം കുടിച്ച് സോഫ്റ്റ് ആവുള്ളൂ. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ കേട്ടോ. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.